അയ്യോ 6 മാസം മുമ്പ് കൂപ്പില് പണിക്ക് പോയി എന്റെ ഏട്ടൻ വരുന്ന വരവ് കണ്ട്. ഞാൻ നിനക്കൊരു സസ്പെൻഷൻ തരാൻ വേണ്ടി ഒരു അറിയിപ്പില്ലാണ്ട് ഇങ്ങ് പോകുന്നത്. സസ്പെൻഷൻ തരാം? അല്ല ഇത് സർപ്രൈസ് തരാൻ വേണ്ടി ഞാനൊന്നും മിണ്ടാതെ വന്നതേ. അപ്പോഴത്തേക്ക് നീ അങ്ങ് കണ്ടുപിടിച്ചു. 6 മാസമായി ഞാൻ പോയിട്ട് വിടുന്നു. എന്റെ ചേട്ടാ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി കഴിയ വരുന്ന ചേട്ടാ, എന്നെ ഓർക്കുമായിരുന്നു ചേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ നേരത്ത് ഉണക്കമീൻ എടുക്കുമ്പോ അപ്പ നിന്നെ ഓർക്കും. ഉണക്കമീൻ എടുക്കുമ്പോഴോ? പണ്ട് നീ അങ്ങനെയാണല്ലോ ഇരുന്ന്, ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ പിന്നെ നല്ല. അതുപോലെ തന്നെ ചേട്ടാ ഞാൻ ബുൾസയിൽ ഓംലേറ്റ് ബുൾസ ഉണ്ടാക്കത്തില്ല. ബുൾസ അങ്ങോട്ട് അടുപ്പിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചിടുമ്പോ ഞാൻ അപ്പൊ ചേട്ടനെ ഓർക്കും. അതന്നെ അങ്ങനെ ഓർക്കും. ചേട്ടന്റെ കണ്ണ് ചിലപ്പോ ബുൾസ പോലെ തള്ളി വരും. ചേട്ടാ എനിക്കെല്ലാം കൊണ്ടുവന്നാ? പിന്നെ എല്ലാം കൊണ്ടുവന്നു, എല്ലാം. ആണോ? അപ്പൊ ആനക്കൊമ്പ് കൊണ്ടുവന്നോ? ആനക്കൊമ്പ് ആനക്കൊമ്പൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ആനക്കൊമ്പ് കൊണ്ടുതരാന്ന് പറഞ്ഞു. പറയില്ല ഇവിടെ ഇരുന്ന് ആനക്കൊമ്പ്. ആനമാല് കൊണ്ടു. അമ്മ പോട്ടെ, കാലിടിച്ച് ചേട്ടാ. കുഴപ്പമില്ല, തിരുമ്മി തരാം. ആനമാല് കൊണ്ടുവന്നോ? ആനമാലേ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരും കേട്ടോ. കണ്ടു. പുലിനകം കൊണ്ടുവന്നോ? പുലിനകമൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ സാധാരണക്കാരല്ലേ, അതൊക്കെ വലിയ പിടിപാട് സ്വാധീനമൊക്കെ വേണം. അവർക്കൊക്കെ എല്ലാം ഊരി പോരാൻ പറ്റൂല. ആണോ? അപ്പൊ കാട്ടുതേൻ കൊണ്ടുവന്നോ? കാട്ടുതീ കൊണ്ടുപോയിട്ട് ഇവിടെ വീടിന് തീ വെക്കാൻ പോണം. കാട്ടുതേൻ കൊണ്ടു. തേന് അത് പറഞ്ഞപ്പോ തേൻ ഒലിക്കണം അവിടെ. അത് അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരുമല്ലോ. അപ്പൊ ഒന്നും എനിക്ക് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്തൊക്കെ സാധനം ഇരിപ്പുണ്ട്. പിന്നെ ചിറ്റയുടെ മോടെ കല്യാണം ഏട്ടാ. അതെന്നാ? അടുത്ത മാസം 16-ാം തീയതി. നമുക്കൊരു 5000 രൂപ കൊടുക്കണം കേട്ടോ. നമ്മുടെ സാധ്യത 5000 ഒന്നും പോരാത്. പിന്നെ അത് ശരിയാവില്ല. ഒരു മിനിമം ഒരു സിൽവർ പഞ്ചെങ്കിലും കൊടുക്കണം. സിൽവർ പഞ്ച? അപ്പൊ 70000 രൂപ കൊടുക്കോ? പിന്നെ 70000 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 75000 രൂപയും കൊടുക്കണം. അയ്യോ എന്റെ ചേട്ടാ, ശരിക്കും ഞാൻ ചിറ്റയുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് 70000 രൂപ തരുന്നത്. പിന്നെ ചേട്ടൻ അനിയന്റെ പാലയാച്ചാട്ടോ ഏറെ താമസം. വീട് വെച്ച് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് പാവം ഓരോരുത്തരുടെ അവസ്ഥകൾ. അവന് നമ്മൾ എന്ത് കൊടുക്കുന്നു? അവനൊരു ഗോൾഡൻ പഞ്ച് അങ്ങ് കൊടുത്താലോ? കൊടുക്കുകയാണ് ഒരു ഗോൾഡൻ പഞ്ച്. 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം രൂപ എങ്കിലും കൊടുക്കണം. അനിയനോട് വിളിച്ച് പറഞ്ഞു എന്റെ ചേട്ടൻ എന്തോരം സമ്പാദിച്ചേട്ടാ ഈ വന്നേക്കുന്നേ. എല്ലാം ഉണ്ട് ചേട്ടാ. പിന്നെ എല്ലാം ഉണ്ട്. സ്പ്രേ ഉണ്ടോന്നോ? സ്പ്രേ കൊണ്ടുവരാൻ ഞാൻ കൂപ്പിലെ പണിക്കാ പോയത്, കുവൈറ്റിലല്ല കേട്ടോ. എന്തായാലും ഞാൻ എന്റെ ചേട്ടൻ കൊണ്ടുവന്നാ നോക്കട്ടെ. അതെന്താ ആകെ ഒരെണ്ണേ ഉള്ളത്. ഇതൊന്നും കഴിയില്ലേ? അവിടുന്ന് വെള്ളമില്ലായിരുന്നു കേട്ടോ. ഞാനും ആനയും തമ്മിലുള്ള പിടിത്താലടി. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ല. എന്ത് ചെയ്യുന്നകത്ത് എനിക്ക് കൊണ്ടുവന്ന സാധനം? അതുകൊണ്ട് അതൊന്നും പൊട്ടിച്ച് കളയില്ല. പൊട്ടിക്കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാൻ പാടായിരിക്കും കേട്ടോ. എനിക്ക് കൊണ്ടുവന്ന് ഒരു മിച്ചറും ഒരു കപ്പലണ്ടിയാണ് കൊണ്ടുവന്നത്. 6 മാസം കൂപ്പി പണിക്ക് പോയിട്ട് ഒരു ഭാര്യയ്ക്ക് കൊണ്ടുവന്നാണ് മിച്ചറും കപ്പലണ്ടിയും. അത് നല്ലതല്ലേ? ഇത് പിള്ളേർക്ക് ഒടി നീ എടുക്ക്. മിച്ചറും കപ്പലണ്ടിയോ? അതല്ല നമുക്ക് ഇഷ്ടമല്ലേ മിച്ചറും കപ്പലണ്ടി? തിന്നു 6 മാസം എവിടുത്തെ പോയിട്ട് ഭാര്യയ്ക്ക് കൊണ്ടുവന്ന മിച്ചറും കപ്പലണ്ടി. അവിടെ പണി നടന്നില്ല. ആനക്ക് പനി. പനിയും ജലദോഷവും ഭയങ്കര ചുമയും. ആനക്ക് തുമ്മല്. ആനയുടെ അടുക്ക ചെന്ന് ഞാൻ തടി പിടിക്കാൻ പറയുമ്പോ ആന തുമ്മും. ഞാൻ തെറിച്ച് നേരെ പോകും. പിന്നെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നട്ടാക്കുറുക്കുന്ന കള്ളമെല്ലാം പറയണം കേട്ടോ. ആനയ്ക്ക് പനിയെന്ന്. നിങ്ങൾ കള്ളു കുടിച്ചല്ലേ? നിങ്ങൾ കള്ളു കുടിച്ചുള്ള പൈസ മുഴുവൻ കളഞ്ഞ്. ഞാൻ മാത്രമേ പൈസ കളയാനുള്ളൂ. നീ ഇവിടെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ട് ഞാൻ കിട്ടുന്ന കാശ് മുഴുവൻ നീ ബ്യൂട്ടി പാർലറിൽ കൊടുക്കല്ലേ? അതിപ്പോ ചേട്ടൻ വരുമ്പോ ഇച്ചിരി സുന്ദരിയായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ കയറി ഇറങ്ങി ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? എന്റെ സന്തോഷത്തിനാണോ കേട്ടോ? നീ സുന്ദരിയാണെന്ന് തോന്നണമെങ്കിൽ എനിക്ക് 2 അടിക്കണം. അതിനാണ് ഞാൻ പോയി 2 അടിക്കണം. അത് നീ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ കൂപ്പിലെ പണിക്കുന്ന പോയിട്ട് ചീട്ടുകളിയും വെള്ളപടിയും മൊത്തം പൈസ നശിപ്പിച്ചിട്ട് നിങ്ങൾ വന്ന് കല്യാണത്തിന് കൊടുക്കണം, പാല് കാച്ചിന് കൊടുക്കണം. ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഗോൾഡൻ പഞ്ചും സിൽവർ പഞ്ചും കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ പറഞ്ഞത്? എങ്ങനെയാ കൊടുക്കണം? അങ്ങനെയുള്ള കിടക്കണം. എന്റെ മനുഷ്യ, നിങ്ങളെ ഞാൻ വെച്ചേക്കത്തില്ല. നോക്കിക്കോ. ഞാൻ പിള്ളേരിക്കോട്ടെ. ഞാനും പിള്ളേരും കൂടെ വീട്ടിൽ പോകും. ഞാൻ 6 മാസം കൂടെ ഒന്നുമില്ല. നീ ഇങ്ങനെ വഴക്കിടാതെ. ആരണ്ട് ഇനി ബഹളം ഉണ്ടാക്കല്ലേ? അളിയാ, ഞാനെല്ലാം അറിഞ്ഞ്. വഴക്ക് കേട്ടായിരുന്നു? വഴക്കല്ല, അളിയ കൂപ്പിന്ന് ജോലിയും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വന്ന കാര്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ വന്ന് ഇങ്ങോട്ട്. കോപ്പില് ജോലിയായി ഇത് ഭയങ്കര എന്റെ അളിയ കാര്യം പറഞ്ഞു. എന്താ? എനിക്കൊരു ചെറിയൊരു ടൈറ്റ്. എനിക്കൊരു 2000 രൂപ ആവശ്യം. നമ്മളെ കൂപ്പിന്ന് ജോലി കഴിഞ്ഞു 2000 രൂപ അളിയ നാളെ തരാം. ഒന്ന് പൊക്കഴേർക്ക് അവിടെ നിന്ന്. ഇവിടെ മനുഷ്യൻ നിൽക്കാൻ പറ്റില്ല. ഞാൻ പൈസ ഇല്ലാത്തതിന്റെ പേര് ഇവിടെ എന്റെ വഴക്കിട്ടോണ്ടിരിക്കണം. അപ്പൊ 2000 രൂപ താഴെ. 2000 രൂപ തരാം. എവിടെ എന്റെ കിടക്കണ കാശ്? നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? കണ്ടവനോട് ഇറന്ന് നടക്കുന്നിട തണ്ടും തടി ഉണ്ടല്ലോടാ. നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കടാ. 2000 രൂപ ഇറക്കാൻ നടക്കുന്നവൻ നാണമില്ലാത്തവൻ. ചേച്ചി ചേച്ചി ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. സിനിമ നടിയപ്പോ ഇരിക്കും. സിനിമയ്ക്ക് അഭിനയിച്ചൂടെ? എന്താ നീ പറഞ്ഞേ? ചേച്ചിക്ക് സിനിമ എല്ലാം അഭിനയിച്ചൂടെ? നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. ചേട്ടാ ഇവൻ പറഞ്ഞ കേട്ടോ. അവനെ പ്രാന്തനാണ് അവൻ.
അല്ല കറക്റ്റ് ഞാൻ കറക്റ്റാ പറഞ്ഞ. ചേച്ചി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ ഇങ്ങനെ വന്നേ, ഞാൻ സിനിമയിലല്ല അഭിനയിച്ചേ. പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ആൽബത്തിൽ അഭിനയിച്ചു. പക്ഷെ അത് നീ കാണാൻ വഴിയില്ല, അത് പുറത്തിറങ്ങിയില്ലല്ലോ. അതല്ല ചേച്ചി ഹിന്ദി സിനിമയിൽ ഞാൻ ഹിന്ദി സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. മതിയടാ പോടാ. അളി ചുമ്മാ അളിയെ കാര്യം പറയട്ടെ. ചേച്ചി ഒന്ന് തിരിഞ്ഞേച്ചി. അത് പറ. എന്ത് കാജോളിനെ പോലെ ഇരിക്കുന്ന അത് കാജോള്. ആ കാതി ഹോളുണ്ടോ? നല്ല കമ്മലിടാൻ പറ്റും. കാതി ഹോളുണ്ടെന്നല്ല പറഞ്ഞ കാജോളിനെ പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ ഈ നമ്പരും കൊണ്ട് വല്ല ഈ പെണ്ണുങ്ങളെ വിളക്കണ ഈ നമ്പറൊക്കെ ആലപ്പുഴ ചിത്തന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഇറക്കല്ലേ കേട്ടോ, അത് ഇവിടെ ഇറക്കല്ലേ. ശരിക്കും കാജോളിനെ പോലെ ഉണ്ടോ? കറക്റ്റ് കാജോൾ. അമ്മ സത്യം. നിനക്ക് ഇന്ന് എത്ര രൂപയുടെ ചോദിച്ചേ? 2000. എടി അത് കുടുംബശ്രീക്ക് അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ. കുടുംബശ്രീക്ക് അടയ്ക്കാൻ അത് കുടുംബശ്രീക്ക് അടയ്ക്കാൻ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പൈസ വാരി കൊടുക്കാൻ. കാജോളിനെ പോലെ ഉണ്ട്. ഇല്ലടാ കാജോളിനെ പോലെ ഇല്ല. കറക്റ്റ് കാജോൾ. ആ കൈ ഒന്ന് ഇട്ടിക്ക്. കൈ നോക്കാനല്ലേ തിരിച്ചു വെച്ചേ? ചുമ്മാതല്ല, കൈ ഊഹിച്ചവളെ പോലെ ഇരിക്കുന്നു. അയ്യോ ഞാൻ ഊഹിച്ചവള് തന്നെ. ഞാൻ എപ്പോഴും എന്റെ കൈ കാണുന്ന ഓർക്കുവേ, ഏതോ ഒരു സിനിമ നടന്റെ കൈ പോലെ ഉണ്ടല്ലോ എന്റെ കൈ എന്ന്. ആരാടാ? യൂഹിച്ചവളാ. അയ്യോ യൂഹിച്ചവളാ. ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ചെറുക്ക നിനക്ക് 2000 രൂപ തികയോടോ? നിന്റെ പൈസ കൊടുക്കില്ല. മാറി വിഷയം കൊണ്ട് 2000 രൂപ തികയോടോ? എന്നാ 2000 കൂടെ പിടിച്ചു കേട്ടോ. എന്റെ ആവശ്യങ്ങൾ നടക്കണം, അതാണ് എനിക്ക്. ചേച്ചി കാല് നോക്കിക്കേ. വളങ്കടിയാണ് ആവത്ത് നോക്കാൻ. വളങ്കടിയല്ല, കാല് നോക്കിക്കേ. കുഴിനകം വന്നിട്ട് മഞ്ജു വാര്യരുടെ വിരല് പോലെ തന്നെ. തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ പാടി ആടി അങ്ങ് മറിയുവാണല്ലോ ചേട്ടാ. കാജോള്, ജൂഹിച്ചോളാ, മഞ്ജു വാര്യര്. ആരാ? ഞാനൊരു വഴിപോക്കനാ. എന്താ ഈ വീട്ടിൽ കാര്യം? ചുമ്മാ വന്നത് വന്നില്ലടാ. എന്നാ പിന്നെ ഞാനേ മുഖത്തിച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് ബ്ലീച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം. കുറച്ച് മുളകൊടിയും കൂടെ വാരിയിട്. മനുഷ്യരുന്ന നിനക്കല്ലല്ലോ എന്നെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. മഞ്ഞളിട്ട് മുഖം കുളോക്കൻ സിനിമയിൽ അഭിനയിക്കേണ്ടതാണ്. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമാണെന്നാല്. എന്താ നീ സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ നിനക്ക്? ഇല്ല ഇല്ല ഇല്ല, നീ ഹിന്ദി സിനിമയായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്റെ പൊന്നളെ, ആ സിനിമ പോലും കാണാൻ പോകത്തില്ല. ഞാൻ തിയേറ്ററിൽ ചെന്ന ടിക്കറ്റ് എടുത്താൽ ടിക്കറ്റ് പോലും കിട്ടത്തില്ല എനിക്ക്. പിന്നാണ് സിനിമാ നടന്മാര്. ഒന്ന് ചുമ്മാ ഇരടാ ഷാരൂഖ് ഖാനെ. ഞാൻ പറഞ്ഞില്ല നിനക്ക് ചെറിയ ചേഞ്ച് ഉണ്ടോന്ന്. എന്താ പറഞ്ഞ ഡയലോഗ് വരാതെ അത് പറ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഷാരൂഖ് ഖാന്റെ ഷേപ്പ് ഉണ്ടെന്ന്? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ബോംബെയിലെങ്ങും പോയി അറിയാതെ പോലും പോയി നിക്കല്ലേ. അതെന്താ ബോംബെ പോയാ നിങ്ങളുടെ പണി പോകൂടാ. പഞ്ചായത്തിൽ തന്നെ നീ ഷാരൂഖ് ഖാന്റെ ഒരു സാധനം ഉണ്ടല്ലോ, നല്ല സാധനം. പിന്നെ വേറെ സാധനം അല്ലേ? നല്ല സാധനം കൊള്ളണം. സാധനം കൊള്ളാം. മറ്റേ വേറെ സാധനം അത് വേണ്ട, അത് ഈ പ്രൈവറ്റ് ബസ് പോണ പോലെ ഇരിക്കുന്നു. സാധനം അടിപൊളി. അപ്പൊ ശരി. നമ്മളൊക്കെ കഷ്ടകാലം പിടിച്ചവരോടാ സത്യത്തിൽ. ഒരു രക്ഷയില്ല. ഈ ഗതികേടും കഷ്ടകാലവും ഈ ദാരിദ്ര്യവും ഇപ്പൊക്കെ തന്നെയാണ്. വൈഫായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. എന്റെ കയ്യിൽ 10 പൈസയില്ല. ഒരു 10,000 രൂപ കൊടുക്കെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു നിർത്താം. ഞാൻ എവിടെ അളിയാ? ഞാൻ പാവപ്പെട്ടനല്ലേ അളിയാ? ഈ പാവപ്പെട്ടനാണ്, പക്ഷെ ഷാരൂഖ് ഖാന്റെ പൈസ കാണൂല. ഷാരൂഖ് ഖാന്റെ പൈസ നിനക്ക് എത്ര പൈസ കാണും? ഒരു 10,000 രൂപ. നമുക്ക് അവളുമായിട്ടുള്ള വഴക്ക് ഒരു വഴക്കുമില്ല. ഷാരൂഖ് ഖാനൊക്കെ ചോദിച്ചാൽ എത്ര വേണമല്ലോ. ഓക്കെ, ഞാൻ മറ്റേ സാധനം കൊള്ളാം കേട്ടോ. നല്ല പോയിട്ട് വേടാ. എടാ ഒന്നുകൂടിയാ മറ്റേ അങ്ങനെ അങ്ങ് പോക്കോ. ചേട്ടാ ആ പയ്യൻ പോയോ? എന്റെ ഈ സൈഡ് എന്താന്ന് പറഞ്ഞില്ലായിരുന്നു. നിനക്കൊക്കെ നാളെ ഇല്ലേടി. ഞാൻ കുറച്ചു നേരം മിണ്ടാന്ന് പറഞ്ഞ് എന്ത് തോന്നിയവാസാവുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കേറി അങ്ങ് കൊടുക്കുക, എന്നിട്ട് പൈസ വാരി കൊടുക്കുക. എന്താ ചേട്ടാ ഈ പറയുന്നത്? നല്ല സൗന്ദര്യം ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു കറക്റ്റ് കാജോള് ഷാജോണ് അതൊക്കെ അവൻ പറഞ്ഞത്. അവനാ പറഞ്ഞു നീ എന്തിനാ പൈസ കൊടുത്തത്? ഞാൻ കൊടുക്കും. എന്നെ പുകഴ്ത്തി ആര് പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും. എന്താ? ഞാൻ പിന്നെ ഷാരൂഖ് ഖാനോട് പറഞ്ഞത് മേടിച്ചു. ആര്? അവനെ കണ്ട ഷാരൂഖ് ഖാന്റെ ലുക്ക് ഉണ്ടോ? അയ്യേ, അവനെ കണ്ട ആരെങ്കിലും ഷാരൂഖ് ഖാൻ എന്ന് പറയാമോ? പറയാലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ അവനെ കുറിച്ച് പൊക്കിയപ്പോഴത്തേക്ക് അവൻ എനിക്ക് ആ 10,000 രൂപ തന്നു. നീ അവന് കൊടുത്ത 10,000 രൂപയല്ലേ? നീ കാജോളും അല്ല മഞ്ജു വാര്യരാ, നീയാ. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം പൊക്കി വെച്ചോടുമ്പോ കേറി അങ്ങ് പോകും. നല്ല കാര്യമുണ്ടോ നിനക്ക്? ചേട്ടാ ഏതായാലും അവൻ 10,000 രൂപ തന്ന സ്ഥിതിക്ക് കുടുംബശ്രീ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ 10,000 ഇങ്ങനെ തരും കേട്ടാ. അത് നടക്കണ കേസല്ല, അതെന്റെ ഇരിക്കട്ടെ. അതെന്റെ കഴിവ് കൊണ്ട് ഞാൻ മേടിച്ച പൈസ അത് തരത്തില്ല. ഇതാരേ പറയുന്നേ? ഇതാരേ നിക്കുന്നേ? സുരേഷ് ഗോപി അല്ലയോ ഇത്? ഇങ്ങനെ ഇത് സുരേഷ് ഗോപി അല്ലയോ?
ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച 10,000 രൂപ മേടിക്കാൻ നിന്റെ ഈ പരിപ്പുണ്ടല്ലോ അത് ഈ കാലത്തില് വേവൂല കേട്ടോ. ഓടി ഷിറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.